ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്രയും നല്ലൊരു മോളെ എനിക്ക് തന്നിട്ട് അവളോട് ക്രൂരതയാണ് ദൈവം കാണിക്കുന്നതെങ്കിൽ അമ്മയ്ക്കും മോൾക്കും ഒന്നിച്ച് ജീവൻ എടുക്കാം കേട്ടോ. എന്തൊക്കെയാ തങ്കം ഈ പറയുന്നേ? നന്ദ, ഒരു കാര്യം വ്യക്തമാണമ്മേ, ഗാഥയുടെ മമ്മി സിത്താരയും കൃഷ്ണയുടെ അമ്മ തങ്കവും തമ്മില് പഴയ എന്തോ ഒരു ബന്ധമുണ്ട്. അടുത്തു പരിചയമുള്ള രണ്ട് സ്ത്രീകൾ, അവർക്ക് രണ്ടുപേർക്കും ഒരേപോലെയുള്ള, കണ്ടാൽ പരസ്പരം മാറിപ്പോകുന്ന രണ്ട് പെൺകുട്ടികൾ. ഇതുവരെ ഒരിടത്തും ഇത്രയും വിചിത്രമായ ഒരു കാര്യം കേട്ടിട്ടില്ല. സത്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന മാത്രമായിരിക്കണമെന്നില്ലല്ലോ അമ്മേ. എന്തായാലും ഇനി ഇത് വിട്ടുകളയാനും വയ്യ. ഞാൻ എന്തായാലും സിത്താരയുടെ അടുത്തേക്ക് പോവുക. സിത്താരയുടെ അടുത്ത് പോയിട്ട് എന്തു ചെയ്യാനാ നിന്റെ ഉദ്ദേശം? ആദ്യം ഗാഥ അവിടെ ഉണ്ടോന്ന് അറിയണം. കൃഷ്ണ അവളുടെ അമ്മയായിട്ട് പുറത്താണല്ലോ. എന്റെ മുമ്പിൽ സിത്താര ഗാഥ മോളെ പ്രദർശിപ്പിക്കും നോക്കാം. പിന്നെ സിത്താരയോട് ചോദിച്ചു തന്നെ കാര്യങ്ങൾക്കൊരു തീർപ്പുണ്ടാക്കാം. നന്ദ, നവീന്റെ ഭാര്യയായിട്ട് കയറി വരുന്നത് ഈ കൃഷ്ണയായാലും ഗാഥയായാലും നമ്മുടെ ബന്ധുവിന്റെ സ്ഥാനത്തുള്ളത് സിത്താരയാണ്. അതുകൊണ്ട് മുറിവേൽപ്പിക്കുന്ന വാക്കുകളൊന്നും ഇല്ലമ്മേ. മുമ്പ് വിശ്വനാഥൻ പറഞ്ഞതൊക്കെ എന്റെ മനസ്സിലുണ്ടല്ലോ. എതിരാളികൾക്ക് അറിയാവുന്ന കാര്യമാകുമ്പോ അത് ചോദിക്കുന്നോണ്ട് പ്രശ്നം ഉണ്ടാവില്ല. സിത്താരയോട് ഞാൻ ആ വഴിക്ക് തന്നെ ചോദിക്കാം. ശരി, നീ സംസാരിച്ചിട്ട് വാ. മനസ്സിലുള്ള ആശങ്കയ്ക്ക് ഒരു ഉത്തരം കിട്ടിയിരുന്നെങ്കില് എത്ര നന്നായിരുന്നു. മനസ്സിലാവാഞ്ഞിട്ടല്ല, ഉത്തരങ്ങളൊന്നുമില്ലാത്തടത്തു നിന്നും നമ്മൾ ഇത്രയൊക്കെ എത്തിയില്ലേ അമ്മേ. അമ്മ ഈശ്വരനെ വിളിക്കുക, പരിഹാരം ഉണ്ടാവും. ഈശ്വര, ഗോപാല, ഇതിലും ഗതികെട്ടൊരമ്മ ഈ ലോകത്തിന് വേറെ ഉണ്ടാവോ? എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. എനിക്കിപ്പോ നടക്കാം, ഇരിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ വെച്ചു പിടിപ്പിച്ചത് ആരുടെ ജീവന്? എന്റെ മോളുടെ ജീവനല്ലേ? അവളെ മരണത്തിലേക്ക് പറഞ്ഞു വിട്ടതിന്റെ കൂലിയായിട്ടല്ലേ ഞാൻ ജീവിക്കുന്നേ? തങ്കം, എപ്പോഴെങ്കിലും ഒരു തിരിച്ചറിവ് ആരെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ഇതിനൊക്കെ കൂട്ടു നിൽക്കുമായിരുന്നു. എന്നേ ഞാൻ മരിച്ചേനെ. ഇതിപ്പോ എന്റെ ജീവൻ പകരം കൊടുക്കാന്ന് പറഞ്ഞാല് ശാപം ഒഴിവാക്കി ഇവളെ തിരിച്ചു തരുമോ ദൈവം? അമ്മേ, പലപ്പോഴും വേദന കൊണ്ട് ഞാൻ പുളയുമ്പോ അടുത്തിരുന്ന് നീ പറഞ്ഞിട്ടുണ്ട്, എന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടായാലും അമ്മയെ ഞാൻ രക്ഷിക്കുമെന്ന്. പക്ഷെ അങ്ങനെ തന്നെ നീ ചെയ്തു കളയുമെന്ന് അമ്മ കരുതിയില്ല. തങ്കേച്ചി, അമ്പലങ്ങളിലും പെരുവഴികളിലും ഒക്കെ അമ്മമാരെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് കൂടിക്കൂടി വരികയല്ലേ. അവർക്കിടയില് കൃഷ്ണ ഒരു അത്ഭുതം തന്നെയല്ലേ. അവള് ചെയ്ത കാര്യം ഒരു മഹാത്ഭുതമല്ലേ. ഇവള് ഇത്രയൊന്നും എന്നെ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു സുനന്ദേ. എന്നോട് ഇവൾക്ക് വെറുപ്പായിരുന്നെങ്കിൽ, എങ്ങനെയെങ്കിലും ശല്യം ഒഴിഞ്ഞു പോകട്ടെ എന്ന് വിചാരിക്കുന്നവളായിരുന്നെങ്കിൽ അവളുടെ
അമ്മയുടെ ജീവിതമെങ്കിലും ബാക്കി ഉണ്ടാവുമായിരുന്നു. എത്ര വലിയ കെണിയില നീ ചെന്ന് പെട്ടിരിക്കുന്നെന്ന് ഇന്ന് അമ്മയ്ക്ക് ബോധ്യം വന്നത്. ഇതിനാണോ അമ്മയുടെ ജീവൻ തിരിച്ചു പിടിച്ചത്? ഇതൊക്കെ കാണാനാണോ ഞാൻ ബാക്കിയായത്? അമ്മേ, ഞാൻ പലതും പറഞ്ഞ് അമ്മയുടെ അടുത്തിരുന്ന് കരയുമ്പോ അമ്മ എന്താ എന്നോട് പറയാറ്? ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. ജീവിതവും മരണവും ഒക്കെ ദൈവത്തിന് മാത്രം തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമാണെന്നല്ലേ? നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിച്ചൂടെ? നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആര് കരഞ്ഞാലും നമ്മുടെ ഉള്ളൊന്നും നൊന്നിട്ടുണ്ട്. എന്നിട്ടും ഈശ്വരൻ തരുന്നത് ഇതാണെങ്കിൽ നമുക്കത് കൈനീട്ടി വാങ്ങാം. മോളെ, അമ്മയ്ക്ക് നിന്നെ കണ്ട് കൊതി തീർന്നില്ലല്ലോടി. നിന്നെ ഏതെങ്കിലും വിധത്തിൽ അമ്മയ്ക്ക് നഷ്ടപ്പെട്ട പിന്നെ അമ്മയുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താ? എല്ലാം തീർന്നില്ലേ അതോടെ? ഇത്രയും നല്ലൊരു മോളെ എനിക്ക് തന്നിട്ട് അവളോട് ക്രൂരതയാണ് ദൈവം കാണിക്കുന്നതെങ്കിൽ അമ്മയ്ക്കും മോൾക്കും ഒന്നിച്ച് ജീവൻ എടുക്കാം കേട്ടോ. എന്തൊക്കെയാ തങ്കം ഈ പറയുന്നേ? നിങ്ങൾ ഈ പറയുന്നതും കരുതുന്നതൊന്നും ദൈവം കാണുന്നില്ലെന്നാണോ കരുതിയിരിക്കുന്നത്? അത്രയ്ക്ക് കണ്ണുപൊട്ടനാണോ ദൈവം? കാണുന്നുണ്ട് തങ്കം, എല്ലാം കാണുന്നുണ്ട്. നമ്മളിപ്പം സങ്കടക്കടലിലാ കിടക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രാർത്ഥന നമ്മളെ ഒരു കരയ്ക്കെത്തിക്കും. വിശ്വസിക്ക് തങ്കേച്ചി. ദൈവത്തിലുള്ള വിശ്വാസമല്ലേ നമ്മളെയൊക്കെ നിലനിർത്തുന്നേ. പ്രാർത്ഥിക്കാം മോളെ, നമുക്ക് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കാം.